നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മുടെ യുവ സംവിധായകൻ സനൽകുമാർ ശശിധരനെ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിരുന്നത് കാരണം അമേരിക്കയിൽ നിന്ന് വന്ന് ബോംബെയിൽ ഇറങ്ങുമ്പോൾ ബോംബെ പോലീസ് തടഞ്ഞു വയ്ക്കുകയും എയർപോർട്ടിൽ തടഞ്ഞു വയ്ക്കുകയും അവിടുത്തെ സഹർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആക്കുകയും കൊച്ചിയിൽ നിന്ന് ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഓഫീസേഴ്സ് പോയി അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് വന്നു ഫ്ലൈറ്റിൽ. എന്തിനാണ് ഇങ്ങനെ ഫ്ലൈറ്റിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഓസിന് വരാൻ പറ്റിയല്ലോ. കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ പത്രക്കാരോട് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലെ എന്തൊക്കെ കിടന്ന് അലർന്നുണ്ട്. 4000 കോടിയുടെ കടമുണ്ടാക്കിയവനല്ല ഞാൻ. അതായത് പിണറായി ചീത്ത വിളിക്കുന്നതാണ്. പിണറായി ഇരുന്ന അവാർഡൊക്കെ ചിരിച്ചുകൊണ്ട് വാങ്ങിക്കണമെന്ന് കാണാൻ. എന്നിട്ട് 4000 കോടിയുടെ കടമുണ്ടാക്കിയവനല്ല ഞാൻ, 51 വെട്ടിയവനല്ല ഞാൻ ആകെ ചെയ്തത് ഒരു പെണ്ണിനെ 5-6 വർഷമായിട്ട് പ്രേമിക്കുന്നു. വൺ വേ ആണേ. അപ്പോൾ പത്രക്കാർ ചോദിക്കുന്നു, അല്ല അത് ആ പെൺകുട്ടിക്ക് സമ്മതമല്ലല്ലോ, അവരല്ലേ പരാതി കൊടുത്തിരുന്നത്. പരാതി അവർ കൊടുത്തതല്ല. വെള്ളരിക്ക പട്ടണമാണോ സനൽകുമാറെ എന്ന് ചോദിക്കേണ്ടതാണ്. ഒരു സംവിധായകനല്ലേ, കോമൺ സെൻസ് വേണ്ടേ? ഒരു മലയാളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന നോട്ടബിളായ ഒരു നായിക അവരറിയാതെ വേറെ ആരോ കൊണ്ടുവന്ന് ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണെന്ന് 1 അല്ല 2. ഇപ്പം ജാമ്യം എന്തോ സ്റ്റേഷൻ ജാമ്യം എന്തോ കൊടുത്ത് വിട്ടു. ഇതൊരു തലവേദന പോകുന്നേ. കാരണം ഇയാൾ സ്റ്റേഷനിലായാലും ജയിലിലായാലും ഇവിടെ കിടക്കാനും തയ്യാറാണ്. കാരണം അയാൾ പറഞ്ഞിട്ടില്ലേ, തിരുവനന്തപുരത്ത് പോയാൽ എനിക്ക് വീടില്ല, അഡ്രസ്സില്ല, സെക്രട്ടേറിയറ്റിനാണെങ്കിൽ നിരാഹാരം കിടക്കുന്ന ആളുകളെ കൂടെ ഞാൻ കിടക്കുമെന്ന് പറയുന്ന ഒരു മഹാനാണ്. അപ്പോൾ അയാൾക്ക് പോലീസ് സ്റ്റേഷനായാലും ജയിലായാലും എല്ലാം ഒരുപോലെ തന്നെ. കഷ്ടമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. മിക്കവാറും സനൽകുമാർ ശശിധരൻ ഒരു കഥ പറയാനുള്ള വകുപ്പ് എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ പറ്റില്ലേ? നമസ്കാരം. ഏതാണ്ട് 2 വർഷം മുമ്പ് ഞാൻ ഗുഡ് നൈറ്റ് മോഹൻ സാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥാ രൂപത്തിലുള്ളൊരു പുസ്തകം എഴുതി, മോഹനം എന്ന് പറഞ്ഞിട്ട്. മാതൃഭൂമിയാണ് പുറത്തിറക്കിയത്. സ്വയം പൊങ്ങച്ചടിക്കുകയല്ല, നമ്മുടെ പ്രോഗ്രാം വന്ന ശേഷം ആ മോഹനത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് നല്ല വിറ്റുപോയി. അപ്പോൾ ആദ്യത്തെ കവർ മാറ്റി 2ാമത്തെ എഡിഷനൊക്കെ അടിക്കേണ്ടി വന്നു മോഹൻ സാർ തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇരുന്ന ഒരു പുസ്തകമാണ് ദിനേശ്, നിങ്ങളുടെ പ്രോഗ്രാം കാരണം നമുക്ക് മൈലേജ് കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ 2ാമത്തെ എഡിഷൻ വേറെ പുതിയ കവറൊക്കെ ഇട്ട് അത് ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തു, നന്നായിട്ട് പോയി. ആ എപ്പിസോഡ് വലിയ ജനപ്രീതി ഉണ്ടാക്കിയ. അയ്യോ, ഗുഡ് നൈറ്റ് മോഹൻ ഇങ്ങനെ കഥകളുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു. അത് നമ്മളുണ്ടാക്കിയതല്ല, മോഹനത്തിൽ അദ്ദേഹം എഴുതിയത് തന്നെയായിരുന്നു. അവിടെ മുതൽ ഗുഡ് നൈറ്റ് മോഹൻ സാറുമായിട്ട് നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു. മോഹൻ സാറിൻ്റെ ഭാഗത്ത് 100% ന്യായം എന്ന് തോന്നിയ ഒരു വിഷയം സംസാരിച്ച് ഞാൻ പറഞ്ഞു, അത് മോഹൻ സാറിൻ്റെ ഭാഗത്താണ് ന്യായം, നിങ്ങൾ പറയുന്ന അല്ല എന്ന് പറഞ്ഞ് സംസാരിച്ച് എൻ്റെ നല്ല സുഹൃത്തായിരുന്ന സ്നേഹിതയായിരുന്ന പെരുന്തച്ചൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനായ അജയൻ ചേട്ടൻ്റെ ഭാര്യ ഡോക്ടർ സുഷമയുമായി എനിക്കുണ്ടായിരുന്ന ഒരു നല്ല ബന്ധം നശിക്കുക പോലും ചെയ്തു. ഒരു ദിവസം അവരെന്നെ വിളിച്ച്, ഒന്നാമത് ഈ ഭർത്താവ് മരിച്ചു, മക്കൾ 2 പേരും 2 സ്ഥലത്ത് താമസിക്കുന്നു, ഇവരും ഒരു നായിയും മാത്രമേ വീട്ടിലുള്ളൂ. ഡോക്ടറെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒരു സ്ത്രീയല്ലേ, അവർക്ക് അതിൻ്റേതായ ഏകാന്തതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ മോഹൻ സാറിനെ പറ്റി അദ്ദേഹം ചെയ്ത നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പാച്ചയ്ക്ക് അങ്ങോട്ട് അടത്തിട്ട് കൊടുത്തു, എന്താണ് അജയൻ ചേട്ടൻ ചെയ്തിട്ട് പോയതെന്ന്. അവരെ ഉത്തരം മുട്ടി. അത് ഞാൻ ഈ മോഹനത്തിൽ വായിച്ചതിൽ നിന്നാണ് പറഞ്ഞത്. അതിനുശേഷം എന്നെ നല്ല സുഹൃത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞു ഡോക്ടർ സുഷമ. എന്നാലും എനിക്ക് അവരെ ഇഷ്ടമാണ്. മോഹൻ സാറിൻ്റെ നിലപാടുകൾ നമുക്ക് യോജിക്കാൻ തോന്നുന്നവ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സുഷമ പിണങ്ങിയത് എനിക്കൊരു വിഷമവും ഉണ്ടാക്കിയില്ല. മോഹനത്തിൽ ഒരു ചാപ്റ്റർ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിനെ കുറിച്ചാണ്, നമ്മളെ ദാസേട്ടനെ കുറിച്ച്. അതിൽ ദാസേട്ടനെ പരിചയപ്പെട്ട ഒരു പാരഗ്രാഫ്,
അദ്ദേഹത്തിൻ്റെ മറ്റൊരു പെരുമാറ്റവും ഗുഡ് നൈറ്റ് ഭംഗിയായി ഗുഡ് നൈറ്റ് മോഹൻ സാർ എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങൾക്കായി മദ്രാസിൽ തങ്ങുകയാണ് ഒരിക്കൽ ഗുഡ് നൈറ്റ് മോഹൻ. ഒരു ദിവസം നമ്മുടെ രചന കുഞ്ഞുമോൻ എന്ന് പറയുന്ന KT കുഞ്ഞുമോൻ, വലിയ തമിഴ് പടങ്ങളൊക്കെ എടുത്ത ചിക്ക് ബുക്ക് റെയിലേക്ക് എടുത്ത KT കുഞ്ഞുമോൻ ഗുഡ് നൈറ്റ് മോഹനെ വിളിക്കുന്നു. എൻ്റെ പുതിയ പടത്തിൻ്റെ പൂജയ്ക്ക് ക്ഷണിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് തിരക്കുള്ള വ്യവസായിയാണല്ലോ ഇദ്ദേഹം. പല ഒഴിവൊഴിവ് പറഞ്ഞിട്ടും KT കുഞ്ഞുമോൻ വിട്ടില്ല. അങ്ങനെ പൂജയ്ക്ക് ഗുഡ് നൈറ്റ് മോഹൻ പോയി. സാമാന്യം തെറ്റില്ലാത്ത സദസ്സുണ്ട് അവിടെ. പ്രിയദർശനും യേശുദാസും അടക്കമുള്ള സിനിമാ രംഗത്തെ വമ്പൻ നടീനടന്മാർ ഒക്കെ ഉണ്ട്. അത് കുഞ്ഞുമോൻ അങ്ങനെ KT കുഞ്ഞുമോൻ അങ്ങനെ നടത്തുള്ളൂ പൂജയൊക്കെ. പൂജ കഴിഞ്ഞു, ഗ്രൂപ്പ് ഫോട്ടോകൾ എടുക്കുകയാണ്. ആ സമയത്ത് ദാസേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട്, യേശുദാസിൻ്റെ അടുത്ത് ചെന്നിട്ട് വിനയപൂർവ്വം ഗുഡ് നൈറ്റ് മോഹൻ സ്വയം ചോദിച്ചു, ദാസേട്ടാ എന്നെ മനസ്സിലായില്ലേ? അദ്ദേഹം കേട്ടതായി പോലും ഭാവിച്ചില്ല. ചില നേരത്തെ അദ്ദേഹം അങ്ങനെയാണ്. നമ്മൾ ഈ എന്താ പറയുക, സദാസമയം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ള പാട്ടുകളെ കേൾക്കും. പക്ഷേ പാട്ട് കേൾക്കാനേ കൊള്ളാവൂ. വ്യക്തി എന്നുള്ള നിലയ്ക്ക് പാസ് മാർക്ക് പോലും ചിലപ്പോൾ ദാസേട്ടന് കൊടുക്കാൻ കഴിയില്ല. അതൊക്കെയാണ് ഈ ഗുഡ് നൈറ്റ് മോഹനൊക്കെ പറയുന്നത്. എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടതായിട്ട് പോലും അദ്ദേഹം ഭാവിച്ചില്ല. ഞാൻ ഗുഡ് നൈറ്റ് മോഹനാണ്, ദാസേട്ടൻ എന്നെ മറന്നുപോയോ എന്ന് ചോദിച്ചു. അപ്പോൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അടുത്ത് നിൽക്കുന്നവരെല്ലാം ഈ രംഗം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം യേശുദാസിനെ നന്നായിട്ട് അറിയാവുന്നവർ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് അവർക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് അറിയാമല്ലോ. അറിയാത്തത് ആകെ ഗുഡ് നൈറ്റ് മോഹന് മാത്രമാണ്. യേശുദാസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റിയാക്ഷൻ അവിടെ കൂടി നിൽക്കുന്നവർക്കെല്ലാം അറിയാം. കാരണം ആരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കും. അതാണ് പ്രശ്നം. ദാസേട്ടൻ എന്നെ മറന്നുപോയോ എന്ന് ചോദ്യം കേട്ടപ്പോൾ ഗാനഗന്ധർവൻ ഒന്ന് നോക്കി ഗുഡ് നൈറ്റ് മോഹനെ. ആ നോട്ടത്തിൽ ചില ചിഹ്നങ്ങൾ ഇറങ്ങി വന്നു എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. ചില ചിഹ്നങ്ങളെന്ന് പറഞ്ഞാൽ പുച്ഛത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയൊക്കെ ചിഹ്നങ്ങളായിരിക്കും. നീ ആരായാൽ എനിക്കെന്ത് എന്നായിരുന്നു ആ നോട്ടം എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. ഇത് മാറി നിന്ന് നോക്കി നിന്ന പ്രിയദർശൻ ഈ രംഗം നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ്. വിഷണ്ണനായി നിൽക്കുന്ന ഗുഡ് നൈറ്റിന് ഇത്രയെങ്കിലും കിട്ടണം എന്ന ചിന്തയാണ് അപ്പോൾ പ്രിയന്. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ഗാനഗന്ധർവനെ എന്ന അർത്ഥഗർഭമുള്ള ഒരു ചിരി ചിരിക്കുകയാണ് പ്രിയദർശൻ. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. മലയാളത്തിൻ്റെ മനം കവർന്ന ഗാനശ്രേഷ്ഠനെ ഓർക്കാതെ ഒരു ദിവസവും മലയാളിക്ക് കടന്നു പോകാൻ കഴിയില്ല. അതിന് എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്ത് തമ്പാടിത്തരം കാണിച്ചാലും നമുക്ക് ദാസേട്ടനെ മറന്നു പോകാൻ പറ്റുമോ? ഓരോ ദിവസവും അദ്ദേഹം പാടുന്ന എത്ര പാട്ടുകളാണ് മലയാളി കേൾക്കുന്നത്. സ്ഥിരോത്സാഹവും അർപ്പണബോധവും ദേവരാജൻ മാഷ് അടക്കമുള്ള പ്രതിഭകളുടെ പിന്തുണയും പറ്റിയൊരു എതിരാളി ഉണ്ടാകാതെ പോയതും ദാസേട്ടനെ പേരാലുപോലെ വളർത്തി എന്ന് പറയാം. പ്രിയദർശൻ്റെ ഒരു ചിത്രത്തിൻ്റെ റെക്കോർഡിംഗ് മദ്രാസിൽ നടക്കുകയാണ്. ദാസേട്ടൻ പാടാനെത്തി. സ്വാഭാവികമായും ആ പടത്തിൻ്റെ സംവിധായകൻ സ്റ്റുഡിയോയിൽ ഉണ്ടാവുമല്ലോ. പാട്ട് കമ്പോസിങ് നടക്കുമ്പോൾ ആവശ്യമില്ലാത്തവരെല്ലാം പുറത്തു പോകാൻ യേശുദാസിൻ്റെ നിർദ്ദേശം വന്നു. സംവിധായകനായതിനാൽ മറ്റുള്ളതൊക്കെ പോട്ടെ, ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ലേ എന്നുള്ള നിലയ്ക്ക് പ്രിയദർശൻ അവിടെ നിന്നു. പ്രിയനെ ചൂണ്ടി യേശുദാസ് തിരക്കി. അയാളാരാ? പ്രിയദർശനാണ് പടത്തിൻ്റെ സംവിധായകൻ. അയാളോട് പറയൂ പുറത്തു പോയി നിൽക്കാൻ. ആലോചിച്ചു, ഒരു പടത്തിൻ്റെ സംവിധായകനോട് പറയാം പുറത്തു പോയി നിൽക്കാൻ. അല്ല, പടത്തിൻ്റെ സംവിധായകനാണ് പ്രിയൻ. അയാളാകണമല്ലോ ഈ പാട്ടുരംഗത്തിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ മനുഷ്യനെ പുറത്താക്കാനാണ് ഗായകൻ പറയുന്നത്. പ്രിയൻ കേൾക്കുകയും ചെയ്തു ആ പറയുന്നത്. പ്രിയന് വല്ലാത്ത മുറിവായി മനസ്സിൽ. ഒരു മനുഷ്യനെ ഇതിനപ്പുറം വേദനിപ്പിക്കാനില്ലല്ലോ. പിന്നെ ഈ അടുത്ത കാലം വരെ പ്രിയദർശൻ്റെ ഒരു പടത്തിലും യേശുദാസിനെ കൊണ്ട് പാടിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. യേശുദാസിന് പ്രിയദർശൻ്റെ പടത്തിൽ പാടിയില്ല എന്ന് കരുതി ഒന്നും സംഭവിക്കാനില്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ വർക്കും ഇഷ്ടംപോലെ നല്ല പാട്ടുകളും നല്ല സംഗീത സംവിധായകരും നല്ല ഗാനരചയിതാക്കളും നല്ല നിർമ്മാതാക്കളും നല്ല സംവിധായകരും ഒക്കെ കിട്ടി. മറുവശത്ത് നമ്മളൊന്ന് വിലയിരുത്തിയാൽ
യേശുദാസ് പാടിയില്ല അല്ലെങ്കിൽ പാടിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പ്രിയദർശൻ്റെ ഒരു പടവും ഓടാതെ ഇരുന്നിട്ടില്ല. യേശുദാസ് വേണ്ടെന്നേ. സിദ്ദിഖൊക്കെ പറയുന്ന പോലെ വെള്ളി ആവശ്യത്തിലധികമുള്ള ശിവകുമാർ മതി പ്രിയദർശൻ്റെ പടം ഓടാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര പടമൊന്നും ആലോചിച്ച് നോക്കൂ. എം ജി ശ്രീമാനെ കൊണ്ട് പാടിച്ച് വിജയ ചിത്രങ്ങൾ എത്ര എണ്ണം ഉണ്ടാക്കിയെന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഇക്കാര്യം പറഞ്ഞാൽ ഗുഡ് നൈറ്റ് മോഹൻ അക്കാലത്ത് പ്രിയദർശനെ ഉപദേശിച്ചു, പ്രിയ, ആ വലിയ ഗായകനെ ബഹുമാനിച്ച് അതങ്ങ് മറന്നു കളയണം. എത്ര തലമുറയെ പാടി ആനന്ദിപ്പിച്ചവനാണ് ദാസേട്ടൻ, നീ അതുകൊണ്ട് അതങ്ങ് മറന്നു കളയണം, അതിനെ മനസ്സ് വെച്ചേക്കരുത് എന്ന് ഗുഡ് നൈറ്റ് മോഹൻ ഉപദേശിച്ചു. നിങ്ങളുടെ മനസ്സ് മുറിയുമ്പോഴേ ആ വേദന നിങ്ങൾക്ക് മനസ്സിലാവും മോഹനേട്ട എന്നായിരുന്നു പ്രിയദർശൻ്റെ മറുപടി. ഇത് പറയുമ്പോൾ പ്രിയൻ്റെ മുഖത്ത് തീ പാറുകയായിരുന്നു എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഉപദേശിച്ച ഗുഡ് നൈറ്റ് മോഹനാണ് ഇങ്ങനെ ഇന്ന് പണി കിട്ടിയിരിക്കുന്നത്. അതാണ് പ്രിയൻ ചിരിച്ചത്. ഈ പൂജാ ചടങ്ങിൽ യേശുദാസിനിട്ട് ഒരു പണി കൊടുക്കാനുള്ള വക ഗുഡ് നൈറ്റിൻ്റെ പക്കലുണ്ടായിരുന്നു, ഗുഡ് നൈറ്റ് മോഹൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു മരുന്നിനുള്ള ഒരു വെടിക്കുള്ള മരുന്ന് മോഹനേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു, മോഹൻ സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മാന്യനായതിനാലും യേശുദാസിൻ്റെ ആരാധകനായതിനാലും സ്വയം അതങ്ങ് ഒതുക്കി. അവിടെ പൊട്ടിച്ചിരുന്നെങ്കിൽ യേശുദാസ് നാറിപ്പോയനെ. കാരണം ഗുഡ് നൈറ്റ് നിർമ്മിച്ച സിനിമയാണല്ലോ ഇസബെല്ല. അപ്പോൾ ആ ഇസബെല്ലയ്ക്ക് വേണ്ടി ON കുറിപ്പ് എഴുതി ജോൺസൺ സംഗീതം നൽകിയ ആ ടീമിൻ്റെ മനോഹരമായ പാട്ടുകൾ അക്കാലത്ത് സൂപ്പർ ഹിറ്റായതാണ്. ഇസബെല്ല എന്നൊക്കെയുള്ള പാട്ട് നല്ല ഹിറ്റായതാണ്. രേഖാമൂലം ഒരു എഗ്രിമെൻ്റ് വെച്ചാലേ അക്കാലത്ത് യേശുദാസ് പാടൂ. യേശുദാസിൻ്റെ പാട്ടുകൾ ഇല്ലാതെ എന്ത് സിനിമ എന്നുള്ളൊരവസ്ഥയായിരുന്നു അക്കാലത്ത്. ഇക്കാലത്ത് അതൊന്നും പ്രശ്നമല്ല. ഇപ്പം ജലദോഷമുള്ള ആരെങ്കിലും തൊണ്ടവേദനയുള്ള മതിയല്ലോ ഇപ്പോൾ പാടാൻ. എഗ്രിമെൻ്റ് വച്ചു പോകും ആരായാലും. പാട്ടുകൾ യേശുദാസിൻ്റെ തരങ്ങണിക്ക് അതിൻ്റെ വിൽക്കാനുള്ള റൈറ്റ് കൊടുക്കണം, അതാണ് പ്രശ്നം. വേറെ ഒരു കാസറ്റ് കമ്പനിക്കും അത് വിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെച്ചാൽ മാത്രമേ, ആ എഗ്രിമെൻറ്റ് കിട്ടിയെന്നറിഞ്ഞാൽ മാത്രമേ യേശുദാസ് പാടുള്ളായിരുന്നു. അങ്ങനെ 100 കണക്കിന് സിനിമയുടെ റൈറ്റ് തരങ്ങണി എഴുതി വാങ്ങിച്ചു. ഇസബെല്ലയുടെ ലക്ഷക്കണക്കിന് കാസറ്റുകൾ വിറ്റുപോയി. എറണാകുളത്തോ മറ്റോ വെച്ച് ഗുഡ് നൈറ്റ് മോഹൻ ഒരിക്കൽ യേശുദാസിനെ കാണുന്നു. ദാസേട്ടാ, ഇസബെല്ലയുടെ റോയൽറ്റി കാശ് 1 രൂപ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു. ആ പറച്ചിൽ യേശുദാസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് എൻ്റെ അനിയനാണ് തരങ്ങിണിയുടെ കാര്യങ്ങൾ നോക്കുന്നത്, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, ഞാൻ പാടുക മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അനിയനാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞ് അദ്ദേഹം കൈയൊഴിഞ്ഞു. യേശുദാസിൻ്റെ ഒരു അനുജൻ മണി എന്നാണ് പേര്, മണിയും സത്യമാഷിൻ്റെ മൂത്ത മകൻ സതീഷ് സത്യനും ആയിരുന്നു ഒരു കാലത്ത് തരങ്ങിണിയുടെ കാര്യക്കാർ. അക്കാലത്തെ തരങ്ങിണിയുടെ കാര്യക്കാർ എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എൻ്റെ ഓർമ്മ. ഒരുപാട് സിനിമാക്കാരെ ദാസേട്ടനെ സുഖിപ്പിക്കാനായി സതീഷ് സത്യൻ റോയൽറ്റി പറ്റിച്ചിട്ടുണ്ട് അന്ന് എന്ന് എനിക്ക് അന്നേ അറിയാം. പലരും പരാതി പറഞ്ഞെനിക്കറിയാം. ഇപ്പോൾ ഇടനാഴിയിലൊരു കാഴ്ച, നീ എത്ര ധന്യ, മിഴിതൽ കണ്ണീരുമായി എന്ന് പറഞ്ഞാൽ പ്രകാശ് കോളരിയുടെ പടം, പുറത്തു വരാത്ത പടം. ഈ 3 പടത്തിൽ, അത് മോഹൻ സിത്താരാണ് സംഗീതം, ഈ 3 പടത്തിലെ പാട്ടുകൾ ഒരു കാസറ്റായിട്ട് തരങ്ങണി ഇറക്കി. അപ്പോൾ ഒരു കാസറ്റിൽ 3 പാട്ടുണ്ടെങ്കിൽ, 3 പടത്തിലെ പാട്ടുണ്ടെങ്കിൽ 3 പടത്തിൻ്റെയും കാസറ്റ് വിൽക്കുമ്പോൾ ഒരുപോലല്ലേ വിൽക്കാൻ. എന്നോട് മരിച്ചുപോയ പ്രകാശ് കോളരി മിഴിതൽ കണ്ണീരുമായിയുടെ സംവിധായകൻ എന്നോട് പറഞ്ഞത്, ദിനേശേ, ഇടനാഴിയിലൊരു കാലൊച്ച അക്കാലത്ത് 1.5 ലക്ഷം രൂപ, 1.5 ലക്ഷം കാസറ്റ് വിറ്റുപോയി എന്ന് പറഞ്ഞ് അവർക്ക് കാശ് കൊടുത്തു റോയൽറ്റി. ON കുറിപ്പും വർഷങ്ങളോളം ദേവരാജ് മാഷുമായിട്ട് പിണങ്ങിയിരുന്നിട്ട് പിന്നെയും റീയൂണിയനായ പടമാണ് നീ എത്ര തന്നെ, അതിന് 1 ലക്ഷത്തിൻ്റെ കാശ് കൊടുത്തു. അപ്പോൾ 1.5 കൊടുത്ത ഇടനാഴിയിൽ കാലച്ചയിലുള്ള കാസറ്റിലാണ് ഈ പാട്ടുള്ളത്, പക്ഷേ ഇതിന് 1 ലക്ഷം എന്ന് പറഞ്ഞ് കണക്ക് കൊടുത്തു. മിഴിതൽ കണ്ണീരുമായിക്ക് അക്കാലത്ത് 40,000 കാസറ്റ് വിറ്റതിൻ്റെ കണക്കേ കൊടുത്തുള്ളൂ. ബാക്കി അപ്പോൾ ആലോചിച്ചു 60ഉം 50ഉം 1,10,000 കാസറ്റിൻ്റെ പൈസ വിഴുങ്ങി. ഇങ്ങനെ സതീഷ് സത്യൻ ഒരുപാട് കളി തരങ്ങണി സ്റ്റുഡിയോയിലിരുന്ന് ചെയ്തിട്ടുണ്ട്. 1988 ഗുഡ് നൈറ്റ് റോയൽറ്റിയുടെ കാര്യം ചോദിച്ചത്. ഇപ്പോൾ 37 വർഷമായി. 1 രൂപ പോലും തരങ്ങണി റോയൽറ്റി ആയിട്ട് നൽകിയിട്ടില്ല. ഗുഡ് നൈറ്റ് മോഹൻ ചോദിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് ദൈവം അറിഞ്ഞ് വാരിക്കോരി കൊടുക്കുകയില്ലേ. പൈസ തികയാത്ത ദാസേട്ട എടുത്തോട്ടെ എന്ന് പുള്ളിയും വെച്ചു.
ഇതാണ് വേണമെങ്കിൽ ആ റെക്കോർഡിംഗ് സ്ഥലത്ത് വെച്ച് പറയാം, താൻ എൻ്റെ പടത്തിൻ്റെ റോയൽറ്റി എടുത്തിട്ട് 10 പൈസ തന്നില്ലല്ലോ, അതെന്താ തരാത്ത എന്ന് ചോദിച്ചാൽ യേശുദാസ് ചമ്മും ഇല്ലേ. പക്ഷേ ഗുഡ് നൈറ്റ് മോഹൻ ഒരു മാന്യനായതുകൊണ്ട് അദ്ദേഹം ചോദിച്ചില്ല. എനിക്ക് ദാസേട്ടൻ്റെ ശബ്ദം ഇപ്പോഴും മധുരിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ നിറവിൽ നിന്ന് മഹത്വത്തിൻ്റെ സംഗീതം ഒഴുകി വരുന്നില്ല എന്നൊരു കൊച്ചു പരാതി മാത്രമേ എനിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാന്യനായ ഗുഡ് നൈറ്റ് മോഹൻ ഇപ്പോഴും പറയുന്നതാണ്. അദ്ദേഹം ഇപ്പോഴും യേശുദാസിനെ ചീത്ത പറയുന്നില്ല. ആ മനസ്സിൽ നിന്ന് വരുന്നത് മാന്യമായ പെരുമാറ്റമല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഇക്കാര്യം ചോദിച്ചാൽ പ്രിയദർശൻ വിശാല ഹൃദയനായി കള്ള മറുപടി പറയും. കള്ളമാണ് പറയുന്നതെന്ന് കേൾക്കുന്നവർക്കറിയാം. വിജയവാഹിനി സ്റ്റുഡിയോയിൽ പുതിയ സിനിമയുടെ റെക്കോർഡിങ്ങിനായി ചെല്ലുമ്പോൾ തൻ്റെ സിനിമയുടെ പാട്ടുകൾ കേൾക്കുക മാത്രമല്ല, നന്നായി യേശുദാസിനെ പരിചയപ്പെടണം എന്ന ചിന്ത കൂടി ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് MG രാധാകൃഷ്ണൻ്റെ മേടയിൽ വീട്ടിൽ ഗാനഗന്ധർവൻ വന്നിട്ടുണ്ട് എന്ന MG ശ്രീകുമാറിൻ്റെ അറിയിപ്പ് കിട്ടി ഓടിപ്പിടച്ച് അവിടെ ചെന്ന് ദാസേട്ടനെ കണ്ട കഥയൊക്കെ ദാസേട്ടനോട് പറയണം എന്ന് ഉറപ്പിച്ചിട്ടാണ് വിജയവാഹിനിയിലേക്ക് അന്ന് പ്രിയദർശൻ പോയത്. നല്ല മൂഡിലല്ലാതെ കയറി വന്ന ദാസേട്ടൻ വന്ന ഉടനെ പറഞ്ഞു, ആവശ്യമില്ലാത്തവരൊക്കെ പുറത്തിറങ്ങണം. ആരൊക്കെയോ ഇറങ്ങിപ്പോയി. ആവശ്യമില്ലാത്ത അല്ലല്ലോ സംവിധായകൻ എന്ന് തോന്നിയതുകൊണ്ട് പ്രിയൻ അവിടെ ഇരുന്നു. ദാസേട്ടൻ പ്രിയനെ ഒന്ന് നോക്കിയിട്ട് തന്നോട് ഇനി പ്രത്യേകം പറയണോ എന്ന് ചോദിച്ചു. ഇത് പ്രിയൻ പറയുന്ന വേർഷനാണ് ഞാൻ ഈ പറയണേ. ഇത് പ്രിയനാണ്, സംവിധായകനാണ് എന്നൊക്കെ സംഗീത സംവിധായകൻ രഘുകുമാർ യേശുദാസിനോട് പറഞ്ഞു. സംവിധായകൻ എന്താ, ഞാൻ പാടുന്നിടത്ത് കാര്യം എന്നായി ദാസേട്ടൻ. ഇത്രയും പ്രിയദർശൻ അംഗീകരിക്കും. പിന്നെ പറയും, ഞാനും ദാസേട്ടനും ഈ സംഭവം അതോടെ മറന്നു എന്നാണ് പറഞ്ഞത്. വിശാല ഹൃദയനാണ് പ്രിയൻ കേട്ടോ. പിന്നീട് കൂടുതൽ ഞങ്ങൾ അടുത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതോർത്ത് ചിരിക്കുമെന്നും പലരും തെറ്റിദ്ധരിച്ചു ഞങ്ങൾ പിണങ്ങിയെന്ന്. ദാസേട്ടൻ പിന്നെയും എൻ്റെ സിനിമകളിൽ പാടിയെന്നും അദ്ദേഹത്തിൻ്റെ മകൻ വിജയ് യേശുദാസ് എൻ്റെ ഹിന്ദി സിനിമകളിൽ പാടാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രിയൻ ആ അപമാനത്തെ എന്താ പറയുക മുക്കുന്നു. ഇപ്പോൾ പ്രിയ അങ്ങനെയാണ് പറഞ്ഞത്. ദാസേട്ടൻ്റെ മോൻ, എനിക്ക് ദാസേട്ടനോട് വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിജയ് യേശുദാസിനെ കൊണ്ട് ഹിന്ദി പാട്ട് പാടിക്കും. ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും മച്ചാന്മാരായിട്ട് ഇരുന്നിട്ട് ഞാനും യേശുദാസും കൂടി അന്ന് എന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞ തമാശ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ചിരിക്കും. മറ്റുള്ളവരെ പറ്റിച്ചേ എന്നുള്ള രീതിയിൽ എന്തിനാണ് പ്രിയ ഇങ്ങനെ കള്ളം പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ മറ്റൊരു കഥ ഓർമ്മ വരുന്നു. ദക്ഷിണാമൂർത്തിയെ മലയാളിക്ക് മറക്കാൻ കഴിയില്ല. അത്രയും മനോഹരമായ എത്ര അർത്ഥശാസ്ത്രീയ സംഗീതത്തിലുള്ള പാട്ടുകളാണ് നമുക്ക് തന്നത്. അഗസ്റ്റിൻ ജോസഫിൻ്റെയും, യേശുദാസിൻ്റെ അച്ഛനാണല്ലോ അഗസ്റ്റിൻ ജോസഫ്, അദ്ദേഹത്തിൻ്റെയും യേശുദാസിനെയും വിജയ് യേശുദാസിനെയും പാടിപ്പിച്ച ഒരേ ഒരു സംഗീതജ്ഞനേ ഉള്ളൂ, അതും ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം അശോക് വാർനാഥ് സംവിധാനം ചെയ്യുന്ന മിഴികൾ സാക്ഷി, തിരുവനന്തപുരത്ത് മോഹൻലാലിൻ്റെ വിസ്മയ മാക്സിൽ യേശുദാസ് പാടാൻ വന്നു. സ്വാമി പാട്ട് പറഞ്ഞു കൊടുത്തു. പാടാൻ ക്യാബിനിൽ കയറിയ യേശുദാസ് മൈക്കിലൂടെ ആവശ്യമില്ലാത്തവർ പുറത്തു പോകാൻ ആജ്ഞാപിച്ചു. ആവശ്യമില്ലാത്തവരെല്ലാം കൺസോളിൽ നിന്ന് പുറത്തു പോകണം എന്ന് ആജ്ഞാപിച്ചു. എന്തിനാണ് അവർ പുറത്തു പോകുന്നത് എന്നായി സ്വാമി. ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും സഹസംവിധായകനും ഒക്കെയാണിവർ. അവരിവിടെ ഇരിക്കട്ടെ, ദാസപ്പ പാട് എന്ന് ഓർഡർ ഇടും പോലെ ദക്ഷിണാമൂർത്തി പറഞ്ഞു. സ്വാമിയല്ലേ കക്ഷി. യേശുദാസ് മിണ്ടിയില്ല. പകരം യേശുദാസ് ചെയ്ത മോശത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങോട്ട് കൺസോളിനോട്ട് തിരിഞ്ഞിരുന്ന മൈക്കിനെടുത്ത് അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് കൺസോളിലേക്ക് ചന്തി തിരിഞ്ഞു നിന്ന് പാടി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരെങ്കിലും ചെയ്യുമോ? ഈ സരസ്വതിയെ ദൈവങ്ങളെയൊക്കെ അമിതമായി പ്രേമിക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യേശുദാസ് ഇങ്ങനെയൊക്കെയുള്ള കന്നന്തിരുകൾ ചെയ്യും. ദക്ഷിണാമൂർത്തിയെ സ്വാമിയെങ്കിലും ഓർത്തിട്ട് ആ ചന്തി കാണിക്കാതെ മര്യാദയ്ക്കൊന്നും പാടണ്ടായിരുന്നു. കൺസോളിൽ തിരിച്ച് മൈക്ക് അങ്ങോട്ട് വെച്ചിട്ട് എന്നാൽ അവന്മാർ കാണണ്ട ഞാൻ പാടണമെന്ന് പറഞ്ഞ് ചന്തി കാണിച്ചു കൊടുത്ത് പാട്ട് പാടി. അങ്ങനെ പാട്ട് കഴിഞ്ഞ് പാടിയതിൻ്റെ കാശ് 50,000 രൂപ എന്തോ ബാക്കി കൊടുക്കാണ്ടായിരുന്നു. അതും വാങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോയി. രാത്രി വൈകി മദ്രാസിൽ നിന്ന് വിളിക്കുന്നു. കാറിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ വിസ്മയ സ്റ്റുഡിയോയുടെ മുന്നിലോ വെച്ച് എനിക്ക് തന്ന 50,000 രൂപ വീണുപോയി. ആർക്കെങ്കിലും കിട്ടിയോ എന്നാണ് ദാസേട്ടൻ മദ്രാസിൽ നിന്ന് വിളിച്ച് ചോദിച്ചത്. എവിടെ കിട്ടാൻ? കിട്ടിയോ കൊടുക്കുമോ? പ്രത്യേകിച്ച് യേശുദാസിൻ്റെ ആയതുകൊണ്ട് ആരും കൊടുക്കില്ല. ഇതറിഞ്ഞ ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞത്, ഇത്രയെങ്കിലും ചെയ്തല്ലോ എൻ്റെ ഏറ്റുമാനൂരപ്പ എന്നായിരുന്നു. ഇത്രയെങ്കിലും ഏറ്റുമാനൂരപ്പ, ഇത്രയെങ്കിലും നീ ചെയ്തല്ലോ എന്ന്. കാരണം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മുന്നിൽ കൺസോളിൽ ചന്തി തിരിഞ്ഞു നിന്ന് പാടിയ ആളാണ് യേശുദാസ്. സത്യത്തിൽ ഞാൻ ഇന്ന് ദാസേട്ടനെ പറ്റി പറയാനല്ല വന്നത്.
വന്ധ്യവയോധികനായ മലയാളത്തിൻ്റെ പുണ്യമാണ് ആ ശബ്ദം. അതിലൊന്നും എനിക്ക് യാതൊരു മാറ്റവുമില്ല. അദ്ദേഹം വളർന്ന അത്രയും അദ്ദേഹത്തിൻ്റെ മനസ്സ് വളർന്നിട്ടില്ല എന്ന് സാന്ദർഭികമായി പറഞ്ഞതാണ്. പ്രിയദർശൻ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ്റെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിന്ന് വന്നത്. തുടക്കകാലത്ത് നിരവധി നോവുന്ന അനുഭവങ്ങൾ നേരിട്ട പ്രിയൻ സംവിധായകനായ ശേഷവും അനുഭവിച്ച അവഹേളനം പറഞ്ഞതാണ് ദാസേട്ടനെക്കുറിച്ച്. പ്രിയൻ്റെ പുതിയ പ്രഖ്യാപനം കേട്ടില്ലേ? 100ാം സിനിമ മോഹൻലാലിനൊപ്പം ചെയ്തിട്ട് മംഗളം പാടണം എന്ന തയ്യാറെടുപ്പിലാണ് അദ്ദേഹം എന്ന് ഒരു വാർത്ത പരന്നു. ഞാൻ 100ാമത്തെ പടം മോഹൻലാലിനെ വെച്ച് ചെയ്യും. പക്ഷേ എന്ന് കരുതി ഞാൻ സിനിമ വിട്ടൊന്നും പോകില്ല. സിനിമ വിട്ടൊരു ലോകം എനിക്കില്ല. ഇത് ആരോ ആവശ്യമില്ലാതെ എഴുതി വിട്ടതാണ്, 100 കഴിഞ്ഞാൽ നിർത്തുമെന്ന്. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6-7 മാസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ 100ാമത്തെ സിനിമ മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ട് തൽക്കാലം സംവിധാനം അവസാനിപ്പിക്കുമെന്ന് പ്രിയൻ തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചു എന്ന് എൻ്റെ ഓർമ്മ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് സിനിമ വിട്ട് വേറൊരു ലോകമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ 99ാമത്തെ ചിത്രം ഹിന്ദിയിൽ അക്ഷയ് കുമാറിനെ വെച്ച് ചെയ്യുകയാണ്. അതിലും മോഹൻലാൽ അതിഥി വേഷത്തിലുണ്ട്. തൻ്റെ കടന്നു വന്ന വഴികൾ, കണ്ടുമുട്ടിയ മുഖങ്ങൾ, നേരിട്ട തീക്ഷ്ണമായ അനുഭവങ്ങളൊക്കെ പ്രിയദർശൻ പറയുന്ന കേൾക്കുമ്പോൾ, എന്നിട്ടും ഈ മനുഷ്യൻ തൻ്റെ പാഷനായ സിനിമയ്ക്ക് വേണ്ടി എന്തെല്ലാം അനുഭവിച്ചുവെന്ന് നമുക്ക് ബോധ്യമാവും. 99ാമത്തെ സിനിമ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കമേഴ്സ്യൽ സംവിധായകരിൽ ഒരാളെന്ന ഉന്നതിയിൽ അദ്ദേഹം നിൽക്കുന്നു എന്നത് തൻ്റെ വഴി സിനിമയാണെന്ന ഉറച്ച തീരുമാനത്തിൽ നിന്നും കിട്ടിയതാകണം. ഇപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകള് കല്യാണി, കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞിരുന്നത് ഇനി കല്യാണി എന്ന് മാത്രം പറഞ്ഞാലും മതി, എല്ലാവർക്കും അറിയാം അത് പ്രിയൻ്റെ ലിസിയുടെ മോളാണ്. ഭയങ്കര വലിയ നായികയായി മാറിയില്ല. ഇനിയിപ്പോൾ മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ചിലപ്പോൾ കണ്ണടച്ചുകൊണ്ട് പറയാൻ പോകുന്നത് കല്യാണി ആയിരിക്കാനാണ് സാധ്യത. തമിഴ്നാടൻ വിജയകുമാറിന് വള്ളൂർ കോട്ടം എന്ന് പറഞ്ഞ മദ്രാസിലെ വള്ളൂർ കോട്ടത്ത് കൂട്ടിളക്ക് എന്ന് പറഞ്ഞൊരു പ്രിവ്യൂ തിയേറ്ററുണ്ട്, ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ ഒരുപാട് സിനിമ പ്രിവ്യൂ അവിടെ പോയി കണ്ടിട്ടുണ്ട്. മനോഹരമായ പ്രിവ്യൂ തിയേറ്ററാണ്. പ്രിവ്യൂവിന് മാത്രമേ കൊടുക്കൂ. പടം ഫസ്റ്റ് കോപ്പി ആയാൽ സെൻസറിങ്ങിന് മുമ്പ് ഒരു പ്രിവ്യൂ വയ്ക്കും. മദ്രാസിൽ അതൊരു പതിവാണ്. മദ്രാസിലുള്ള പരിചയക്കാരായ സിനിമാക്കാരെയൊക്കെ പടം കാണാൻ വിളിക്കും. പടം കണ്ട് ചായയും കുടിച്ച് പടത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് പോകും. അക്കാലത്ത് ക്യാമറകളും യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. പൊട്ടപ്പടം കണ്ടാലും ശരി പ്രമാദമായി ഇരിക്കും സാർ എന്നേ പറയൂ. കാരണം ഫ്രീ ആയിട്ട് വിളിച്ച് കാണിച്ചതല്ലേ. ആ പടം അല്ലെങ്കിൽ ഈ പടം 100 ദിവസം ഉറപ്പ് എന്ന് പറയും. പക്ഷേ ആദ്യ ദിവസം ഹോൾഡറാവുന്ന ഒരു തല്ലിപ്പൊളി പടമായിരിക്കും. എന്നാലും ഫ്രീ ആയിട്ട് പ്രിവ്യൂ കാണുമ്പോൾ ഇങ്ങനെ പറയുള്ളൂ, 100 ദിവസം ഓടും സാർ, 100 days ഓടിയിരിക്കും എന്നൊക്കെ പറയും. മദ്രാശിയിൽ സിനിമ പിടിക്കാനെത്തിയ സുരേഷ് കുമാറിനും പ്രിയദർശനുമൊക്കെ ഈ പ്രിവ്യൂ തിയേറ്റർ ആശ്വാസമായിരുന്നു അക്കാലത്ത്. 10 പൈസ മുതൽ മുടക്കില്ലാതെ സെൻസർ ചെയ്യാത്ത സിനിമ ഓസിന് കാണാം, ചായയും ഫ്രീ. ഇവരെ ആരും വിളിക്കുന്നതല്ല, സുരേഷിനെയും പ്രിയനെയൊന്നും ആരും വിളിക്കുന്നതല്ല. അവർ സിനിമയിലൊന്നും ആയില്ല, കൊച്ചു പിള്ളേരല്ലേ. എന്നാലും പോവും. സൂത്രത്തിൽ കണ്ണ് പൊട്ടിച്ച് കയറിയിരിക്കും. കണ്ണ് വെട്ടിച്ച് എന്ന് പറയുന്നതായിരിക്കും ശരി. കണ്ണ് വെട്ടിച്ച് കയറിയിരിക്കും. നാട്ടിലെ സുഹൃത്തുക്കൾ കാണും മുൻപ് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നതിൽ ഒരു സുഖമായിരുന്നു പ്രിയൻ. അവിടം ഞാൻ സെൻസറിങ്ങിന് മുമ്പ് കണ്ടിരുന്നു, പ്രിവ്യൂ കണ്ടിരുന്നു എന്ന് നാട്ടിൽ പുതിയപുരം നിന്ന് അടിക്കാമല്ലോ. അതൊരു അക്കാലത്തൊരു ഗമയായിരുന്നു എന്നാണ് പ്രിയൻ പറയുന്നത്. കല്യാണം എന്ന പേരുള്ള മലയാളിയായ ഒരാളാണ് ഗുഡ് ലക്കിൻ്റെ മാനേജർ. തൃശ്ശൂർകാരനാണ് കല്യാണം. ഒരു നാൾ ഇതുപോലെ വിളിക്കാതെ ചെന്ന് പ്രിവ്യൂവിന് പതുങ്ങി പ്രിയൻ കയറുമ്പോൾ കല്യാണം പ്രിയനെ തൂക്കി തിയേറ്ററിൽ നിന്ന് പിടിച്ച് പുറത്താക്കി, വിളിക്കാതെ വന്നതിന്. ആലോചിച്ച് നോക്കിയേ, എത്ര ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ഇവരൊക്കെ വന്നതെന്ന്. പിന്നെ ഗുഡ് ലക്കിലേക്ക് പ്രിയൻ പോയത് തൻ്റെ സിനിമയായ അരം പ്ലസ് അരം സമം കിന്നരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡബിൾ പോസിറ്റീവ് കാണാൻ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് തലയുയർത്തി പിടിച്ച് കല്യാണത്തിന് മുന്നിലൂടെ തിയേറ്ററിനകത്തേക്ക് പോയി. എന്നെ പിടിച്ച് പുറത്താക്കിയ ഗുഡ് ലക്കിലെ തൻ്റെ സിനിമകളുടെ ഡബിൾ പോസിറ്റീവ് കാണുമെന്ന് പ്രിയം ഉറപ്പിച്ചിരുന്നു. എന്നെ പിടിച്ചിറക്കിയല്ലേ ഈ തിയേറ്ററിൽ. ഇനി ഞാൻ ഈ തിയേറ്ററിൽ വരണമെങ്കിൽ എൻ്റെ സിനിമ സംവിധാനം ചെയ്തിട്ടേ വരൂ. അത് നടപ്പിലാക്കി. അതാണ് പ്രിയൻ്റെ ഭാഗ്യം. ഇതിനിടയിൽ കല്യാണം പ്രിയൻ്റെ കമ്പനിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഒരു നാൾ അറിയുന്നു
ഗുഡ് ലക്ക് തിയേറ്റർ വിൽക്കാൻ പോകുന്നു. അതും കല്യാണം തന്നെയാണ് വിളിച്ച് പറഞ്ഞത്. ഗുഡ് ലക്ക് തിയേറ്റർ വിജയകുമാർ വിൽക്കാൻ പോവുകയാണെന്ന് പ്രിയദർശനെ വിളിച്ച് വിവരം പറഞ്ഞു. പ്രിയൻ അന്ന് സ്ഥലത്തില്ല, ബോംബെയിലോ എന്തോ ആണ്. ലിസിയെ വിളിച്ച് പ്രിയൻ പറഞ്ഞു ആ ഗുഡ് ലക്ക് വാങ്ങാൻ. ലിസി പോയി ലേലത്തിൽ ആ തിയേറ്റർ വാങ്ങിച്ചു. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ നമ്പർ 1 തിയേറ്ററാണ് പഴയ ഗുഡ് ലക്ക് എന്ന പുതിയ 4 ഫ്രെയിംസ്. പ്രിയൻ്റെ സ്റ്റുഡിയോയുടെ പേരാണ് 4 ഫ്രെയിംസ്. മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിക്ക് വേണ്ടി ഏതെങ്കിലും സിനിമയുടെ പ്രിവ്യൂ ഇട്ടാൽ അത് 4 ഫ്രെയിംസിലായിരിക്കും. മാസത്തിൽ 4-5 തവണ കരുണാനിധി 4 ഫ്രെയിംസിൽ സിനിമ കാണാൻ എത്തുമായിരുന്നു. ഇതേപ്പറ്റി നടനും സംവിധായകനുമായ പാർത്ഥിപൻ പറയാറ് 4 ഫ്രെയിംസിലിരുന്ന് സിനിമ കാണുമ്പോൾ ഒരു ഗുണമുണ്ട്. സിനിമ തല്ലുപൊളിയാണെങ്കിലും എണീറ്റ് പോകാൻ തോന്നില്ല. അത്രയും സുഖപ്രദമായ കസേരകളാണ്, സീറ്റാണെന്നാണ് പറയുന്നത്. 4 ഫ്രെയിമിലിരിക്കുമ്പോൾ കല്യാണം ഒരു നാൾ പ്രിയനോടൊരു രഹസ്യം പറഞ്ഞു. സാറിരിക്കുന്ന ഈ സീറ്റിൻ്റെ പ്രത്യേകത അറിയാമോ എന്ന് ചോദിച്ചു. ഇത് സാറിൻ്റെ ലക്കി സീറ്റാണ്, ലക്കി നമ്പർ സീറ്റാണ്. ഈ സീറ്റിലിരുന്ന് സാർ കണ്ട സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതൊക്കെ കല്യാണം നോക്കി വെച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ. ചിത്രം, കിലുക്കം, ആ ലിസ്റ്റ് കല്യാണം പറഞ്ഞുകൊണ്ടേയിരുന്നു. വാസ്തവത്തിൽ അതുവരെയും പ്രിയൻ അറിയില്ലായിരുന്നു ഞാൻ 4ാമത്തെ റോയിലെ 4ാമത്തെ സീറ്റിലാണ് വന്നിരിക്കുന്നത്. കുട്ടിയായിരുന്ന സിദ്ധാർത്ഥിനെയും കയറ്റി പ്രിയൻ ഫ്രീ ആകുന്ന അവസരങ്ങളിൽ മദ്രാസ് സിറ്റിയിൽ കറങ്ങാനായി പോകുന്നത് ഒരു ശീലം ഉണ്ടായിരുന്നു. മദ്രാസിലെ ട്രാഫിക് ജാമിനെ പറ്റി ചിന്തിച്ചാൽ കേരളത്തിലെ, പ്രത്യേകിച്ച് കൊച്ചിയിലെ റോഡ് ബ്ലോക്കൊന്നും ഒരു ബ്ലോക്കായി നമുക്ക് തോന്നുകയേയില്ല. അതിനാൽ തന്നെ പ്രിയൻ ഈ ബ്ലോക്കിൽ കയറാതിരിക്കാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഊടുവഴികളിലൂടെ കാർ ഓടിക്കും. അത് കാണുമ്പോൾ സിദ്ധാർത്ഥിന് അതിശയം തോന്നും. ഈ വഴിയൊക്കെ അച്ഛൻ എങ്ങനെ അറിയാം എന്നാവും സിദ്ധാർത്ഥിൻ്റെ ചോദ്യം. ചെന്നൈയിലെ ഏതാണ്ട് എല്ലാ വഴികളിലൂടെയും നിൻ്റെ അച്ഛൻ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് മോനെ എന്നായിരുന്നു പ്രിയൻ്റെ മറുപടി. ഒറ്റ വ്യത്യാസമുള്ളൂ മോനെ, നമ്മളിപ്പോൾ പോകുന്നത് പുതിയ മെഴ്സിഡൻസ് ബെൻസിലാണ്. പണ്ടച്ഛൻ നടന്നും ബസ്സിലുമായിരുന്നു യാത്രയൊക്കെ. പ്രിയൻ പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഭാഗ്യമുള്ള സ്ഥലം ചെന്നൈയാണെന്നാണ്. അങ്ങനെയാണ് പ്രിയൻ വിലയിരുത്തുന്നത്. കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ളവർക്ക് വേണ്ടി ഭാഗ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നഗരമാണ് ചെന്നൈ എന്നാണ് പ്രിയൻ്റെ പക്ഷം. ഏറ്റവും ചുരുങ്ങിയത് പ്രിയനെങ്കിലും അങ്ങനെ വന്ന ആളാണ്. ബോയിങ്, വന്ദനം, ആര്യൻ്റെ ഭൂരിഭാഗം തുടങ്ങി ഒരുപാട് സിനിമകൾ പ്രിയൻ ചെയ്തതും ചെന്നൈയിലാണ്. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു ഹിന്ദി സിനിമ ചെയ്യാൻ ഇന്ത്യൻ കാസറ്റ് രംഗത്തെ രാജാവായ ഗുൽഷൻ കുമാർ പ്രിയദർശന് കൊടുത്ത വലിയ ഒരു അഡ്വാൻസ് തുക ഗുൽഷൻ കുമാർ കൊടുത്തു. അതുകൊണ്ട് വള്ളൂർ കോട്ടത്തിനടുത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കാനായതും നന്ദിയോടെ പ്രിയൻ ഓർക്കും. നാടോടിക്കാറ്റിലെ ദാസനും വിജയനും പോലെ ജീവിതയാത്രയിലെ മുന്നോട്ടുള്ള പോക്കിനെപ്പറ്റി സ്വപ്നങ്ങൾ നിറയെ കണ്ടവരായിരുന്നു പ്രിയനും മോഹൻലാലും. സ്വാമീസ് ലോഡ്ജിൻ്റെ പിറകിൽ മുറികളുടെ മെത്തകൾ കൂട്ടിയിടുമായിരുന്നു. കൂടെ മുറിയൊക്കെ ക്ലീൻ ചെയ്യാനും പെയിൻ്റ് അടിക്കാനൊക്കെ കൂട്ടിയിടും. അതിൻ്റെ പുറത്ത് കിടന്ന് നിറമുള്ള സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടു ഇരുവരും. എന്നെങ്കിലും ഒരു ദിവസം ഈ സിനിമാ നഗരത്തിൽ നമുക്കും ഒരു ദിവസം വരുമെന്നൊക്കെ നിറമുള്ള സ്വപ്നങ്ങളാണ് രണ്ടുപേരും അക്കാലത്ത് കണ്ടത്. ഒരു ഉച്ച നേരത്ത് സ്വാമീസിലെ മുറിയിൽ കിടന്ന് മയങ്ങുകയായിരുന്നു പ്രിയൻ. എവിടുന്നോ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു വന്ന് കട്ടിലിനടിയിൽ കയറി ഒളിച്ചു മോഹൻലാൽ. ആലോചിക്ക്, എവിടുന്നോ ഓടിപ്പടച്ചു വന്നു, പുറകെ പോലീസ് വന്ന് വരും പോലെ. അല്പം ഒരു ഇടവേളയ്ക്ക് ശേഷം നടൻ ജോസ് പ്രകാശിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്യാങ് ആ മുറിയിലേക്ക് കയറി വന്നു. ആ മോഹൻലാൽ എന്ന പയ്യൻ ഇങ്ങോട്ട് വന്നോ എന്ന് പ്രിയനോട് ചോദിച്ചു. പ്രിയൻ കാര്യം തിരക്കി. വന്നോ ഇല്ല എന്ന് പറഞ്ഞില്ല. എന്ത് 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 എന്ന് ചോദിച്ചു. ഞങ്ങളോടൊപ്പം പൈസ വെച്ച് ആ പയ്യൻ ചീട്ട് കളിച്ചു. എല്ലാം കൂടി അവസാനം തരാം എന്ന് പറഞ്ഞാണ് കളിച്ചത്. ഒടുവിൽ 120 രൂപ കടമായി. ഒന്നും പറയാതെ നിവൃത്തിയില്ലാതായപ്പോൾ അവിടുന്ന് മുങ്ങി. അപ്പോൾ മുങ്ങിയ ആൾ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച്
പുറത്തു വന്ന ലാലിനെ വൈകിട്ട് ജോസ് പ്രാശ് എവിടെ വെച്ച് കണ്ടു. നീ എന്നെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറായാൽ എനിക്ക് നീ 120 രൂപ തിരിച്ചു തരണമെന്ന് അന്ന് ജോസ് പ്രാശ് ഓർഡർ ഇട്ടു. കൊടുത്തോ എന്ന് പ്രിയൻ അറിയില്ല ഇപ്പോഴും. ഇത്തരം അനുഭവങ്ങളാകണം പ്രിയദർശന് ഒന്നാം തരം ചിരിപ്പടങ്ങൾ ഉണ്ടാക്കാനുള്ള വിത്ത് പാകുന്നതെന്ന് തോന്നുന്നു. അതുപോലെയാണ് മറ്റൊരു സംഭവം, അതും പ്രിയൻ ഓർക്കുന്നതാണ്. സ്വാമീസ് ലോഡ്ജിൻ്റെ ജനാലയിൽ സ്പൂണ് കൊണ്ട് റൂമിൽ തരുമല്ലോ സ്പൂണും പോർക്കും ഒക്കെ കൊണ്ട് വച്ചിരിക്കുമല്ലോ, അതിൽ സ്പൂണ് കൊണ്ട് പ്രിയനും ലാലും കൂടി തങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ കോറിയിട്ട് ജനാലയിൽ P&M, പ്രിയൻ്റെ പിയും മോഹൻലാലിൻ്റെ എമ്മും P&M എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനി ഭാവിയിൽ പ്ലാൻ ചെയ്ത് വരച്ചതായിരിക്കാം കറണ്ടി വെച്ച്. പിന്നീട് സ്പൂൺ വെച്ചാണ് ഇങ്ങനെ വരച്ചൊരു ചുവരിൽ ജനാലയിൽ വരയ്ക്കണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് ആലോചിച്ചൊക്കെ. പിന്നീട് ഇരുവരും നല്ല നിലയിലായ ശേഷം പണ്ട് കോറിയിട്ട P&M ആ ജനാലയിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ പോയി. അപ്പോഴേക്കും സ്വാമീസ് ലോഡ്ജ് പൊളിച്ച് അവിടെ വലിയ ഒരു കെട്ടിടം പണിതു. തുടക്കകാലത്ത് അനുഭവിച്ച ജീവിത സത്യങ്ങളൊന്നും മറക്കാത്ത സംവിധായകനാണ് പ്രിയദർശൻ. സെൻറ്റിനറി റഞ്ജി മാത്യുവിനായി പ്രിയൻ ഒരു സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതി. ജോഷി സാറായിരുന്നു സംവിധാനം. പ്രേം നസീറും തമിഴിലെ ജയശങ്കറും മോഹൻലാലും ശങ്കറും രവീന്ദ്രനും ശ്രീവിദ്യയും അനുരാധയും തുടങ്ങി വലിയ താരനിരയുള്ള സിനിമയായിരുന്നു. ചിത്രത്തിൻ്റെ പേര് ഭൂകമ്പം. പടം വിചാരിച്ച പോലെ ഹിറ്റായില്ല. ജീവിക്കാൻ വേണ്ടി ഒട്ടും താല്പര്യമില്ലാതെ എഴുതിയ തിരക്കഥയാണത്. ഈ സിനിമ കണ്ടുവന്ന ഒരാൾ പ്രിയൻ്റെ മുമ്പിൽ വച്ച് കൊച്ചിൻ അനൂപയോട് പറഞ്ഞത്, അക്ഷരം കൂട്ടി വായിക്കാൻ അല്ലെങ്കിൽ അക്ഷരം കൂട്ടി എഴുതാൻ അറിയാത്തവന്മാരൊക്കെ തിരക്കഥ എഴുതിയാൽ ഭൂകമ്പം പോലെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. അത് പ്രിയനിട്ടൊരു കുത്തു കൊടുത്തതാണ്. മലയാളി ആയിരിക്കുമല്ലോ, അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ പോലും അറിയില്ല എന്നാണ് പറഞ്ഞത്. ആ പ്രിയൻ എവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷേ പ്രിയദർശൻ ഇപ്പോഴും ആ കമൻറ്റ് ഓർക്കുന്നു. മോഹൻലാലിന് അവസരങ്ങൾ പതിയെ വന്നു തുടങ്ങി. അപ്പോൾ പ്രിയൻ എല്ലാ ഷൂട്ട് സെറ്റിലും മോഹൻലാലിൻ്റെ കൂടെ പോവും. അവിടെ പോയിരിക്കും. സമയത്തിന് ആഹാരവും കിട്ടും, കുറേ കഥയും പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ. അങ്ങനെ അതൊരു പതിവ് ശീലമാക്കി മാറ്റി പ്രിയൻ. അങ്ങനെ സെറ്റിൽ പോയിടത്ത് വെച്ചാണ് MG സോമനുമായി ചങ്ങാത്തത്തിലായതും പ്രിയൻ. സോമൻ അക്കാലത്ത് അരോമയുടെ സിനിമകളിൽ നായകനാണ് സ്ഥിരം. നീയോ ഞാനോ, കടത്ത്, ഏതൻ തോട്ടം തുടങ്ങി അരോമയുടെ സിനിമകളിൽ സോമൻ ഉണ്ടായിരുന്നു. ആ ബന്ധം വെച്ച് അരോമണിയോട് സോമൻ ശുപാർശ ചെയ്തു. എഴുതാൻ അറിയാവുന്ന തിരുവനന്തപുരത്തുകാരനായ ഒരു പയ്യനുണ്ട്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പരീക്ഷിച്ചു നോക്കൂ എന്ന് ശുപാർശ ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അരോമയിൽ നിന്നും വിളി വന്നു. M മണി സംവിധായകനാകുന്ന കുയിലിനെ തേടി പ്രിയനെ കൊണ്ട് എഴുതിച്ചു. പിന്നാലെ എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കുമല്ല, എല്ലാം കൂടെ എനിക്ക് 3-4 പടം പ്രിയദർശൻ അരോമയ്ക്ക് വേണ്ടി എഴുതി. കലാസംവിധായകൻ ഷീനി മരിച്ചുപോയി, പാവം. എന്നോട് മദ്രാസിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞു. എങ്ങനെ നീ മറക്കും ഊട്ടി ലൊക്കേഷനിൽ പ്രിയദർശൻ, തിരക്കഥാകൃത്തായ പ്രിയദർശൻ അവിടെ ചെന്നു. അപ്പോൾ മണിസാറെന്ന് പറഞ്ഞാൽ ലോപിച്ച് പൈസ ചിലവാക്കി സിനിമ എടുക്കുന്ന ദൂർത്തടിക്കാത്ത ഒരു നിർമ്മാതാവാണല്ലോ. ദൂരിൽ നിന്ന് പ്രിയ നടന്നു വരണം കണ്ടപ്പോൾ ഷീനിയോട് ചോദിച്ചെന്ന്, അതെന്തിനാ ആര് പറഞ്ഞിട്ട് അയാൾ ഇവിടെ വന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിരട്ടിയിട്ട് അയാളുടെ പോകാൻ പറയാനാണ് മണിസാറ് ഷീനിയോട് പറഞ്ഞത്. അങ്ങനെ ഷീനി ചേട്ടൻ നിർബന്ധിച്ച് പ്രിയനെ അവിടുന്ന് പാക്ക് ചെയ്തു എന്ന്, ഇവിടെ നിൽക്കാൻ പറ്റില്ല പ്രിയ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നു. വേദനിപ്പിച്ച അനുഭവങ്ങൾ എത്ര ഉണ്ടെങ്കിലും പ്രിയൻ്റെ മനസ്സിൽ എന്താ പറയുക, നമ്മൾ ചകഞ്ഞു ചെന്നാൽ പ്രിയൻ്റെ മനസ്സിൽ അത് മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇന്നലെകളൊക്കെ ഇങ്ങനെ ഓർത്ത് പറയുന്നത്. സ്വാമീസ് ലോഡ്ജിൽ കിടന്ന് കണ്ട സ്വപ്നങ്ങൾ പ്രിയനെ കൊണ്ട് സുരേഷ് കുമാർ ഒരു സിനിമ തുടങ്ങി. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടല്ലോ, കഥകൾ. പൂച്ചക്കൊരു മൂക്കുത്തി, തിരുവങ്കട മുതലാളിയുടെ ഫിനാൻസ്, പൂച്ചക്കൊരു മൂക്കുത്തി വലിയ വിജയമായി മാറി. സ്വാമീസിൽ നിന്നും പ്രിയദർശൻ്റെ വാസം പാങ്ക്രവ് ഹോട്ടലിലേക്ക് മാറുന്നു, സ്റ്റാർ ഹോട്ടലിലേക്ക് മാറി. ജയനടക്കം വലിയ താരങ്ങൾ താമസിക്കുന്ന പാങ്ക്രുവിൽ 4.5 വർഷക്കാലം തുടർച്ചയായിട്ട് 504 നമ്പർ മുറിയുടെ കീ പ്രിയദർശൻ്റെ കൈവശം ഇരിക്കുകയായിരുന്നു. ആദ്യമായൊരു കാർ വാങ്ങുന്നതും ഈ പാങ്ക്രുവിൽ താമസിക്കുന്ന കാലത്താണ്. തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ഏരിയ അവസാനിക്കുന്നിടത്ത് നമ്മൾ
എന്താ പറയുക, വട്ടിയൂർക്കാവിലേക്ക് പോകുന്ന റോഡിൽ കട്ടച്ചൽ റോഡെന്ന് പറഞ്ഞ റോഡുണ്ട്. ആ റോഡിലാണ് പ്രിയദർശൻ്റെ വീട്. അച്ഛനും അമ്മയും നഷ്ടമായെങ്കിലും ആ വീട് ഇപ്പോഴും പ്രിയനെ കാത്ത് അവിടെയുണ്ട്. തലസ്ഥാനത്തേക്ക് റിട്ടയർമെൻറ്റ് കാലം ജീവിതം പറിച്ചു നടണമെന്ന് പ്രിയന് നല്ല ആഗ്രഹമുണ്ടെങ്കിലും മക്കൾ രണ്ടുപേരും ചെന്നൈ വിട്ടൊരു ജീവിതത്തിലേക്ക് വരാനിടയില്ല എന്ന് പ്രിയൻ ഉറപ്പിക്കുന്നു. അപ്പോൾ പ്രിയനും വരാൻ പറ്റില്ലല്ലോ. മകനിപ്പോൾ വിദേശത്തെവിടെയാണ്, കല്യാണി മദ്രാസ് വിട്ട് വരില്ല എന്ന് പ്രിയനെ തന്നെ അറിയാം. അപ്പോൾ കട്ടച്ചൽ റോഡിൽ താമസിക്കാം എന്നുള്ള സ്വപ്നം നടക്കാൻ സാധ്യതയില്ല. കൂട്ടുകാരായ സുരേഷ് കുമാറിനും മോഹൻലാലിനും പ്രിയം കൊടുത്ത ഓരോ പാരക്കഥകൾ കൂടി പറഞ്ഞ് ഈ സ്റ്റോറി അവസാനിപ്പിക്കാം. തിരനോട്ടത്തിൻ്റെ പ്രാരംഭ ചർച്ച നടക്കുന്ന സമയം മുതൽ കൂടെ അവിടെ വരുന്ന ആളാണ് പ്രിയദർശൻ. എന്നാൽ സുരേഷ് കുമാറാണ് ഈ ചർച്ചയുടെ ലീഡർ. പ്രിയം വല്ലപ്പോഴും മാത്രമേ വന്നു പോവുള്ളൂ. ഇന്ത്യൻ ഓഫീസിലും സുരേഷിൻ്റെ വീട്ടിലുമായിരുന്നു കഥാചർച്ചയും തിരക്കഥ എഴുത്തും ചർച്ചകളും എല്ലാം. ഇവരുടെ ഇടയിൽ വന്നു പോകുന്ന സ്നേഹിതനായിരുന്നു പ്രിയദർശൻ. ചിത്രീകരണത്തിലും സുരേഷായിരുന്നു എന്താ പറയുക സഹസംവിധായകൻ. അവസാന ഷെഡ്യൂളിലോ മറ്റോ പ്രിയൻ ജോയിൻ ചെയ്തു. മറ്റ് ജോലികളെല്ലാം മദ്രാശിയിലാണ്. സംവിധായകനോടൊപ്പം ഒരു ആളെ മാത്രം കൊണ്ടുവന്നാൽ മതിയെന്ന് തിരുവങ്ങട മുതലാളി സ്ട്രിക്റ്റായിട്ട് നിർമ്മാതാവിനോട് പറഞ്ഞിരുന്നു. ആ പോസ്റ്റിൽ പ്രിയൻ കയറിപ്പറ്റി. സുരേഷ് ഔട്ടായി. വലിയ നിരാശയായി സുരേഷിന്. നിർമ്മാതാവ് പാച്ചല്ലൂർ ശശി അക്കാലത്ത് ആശുപത്രി കിടക്കുകയാണ്. മോഹൻലാലും സുരേഷും കൂടി പാച്ചല്ലൂർ ശശിയെ പോയി കണ്ടു. നീ എങ്ങ് ചെല്ല് എന്നായി ശശി. മോൻ്റെ വിഷമം കണ്ട സുരേഷിൻ്റെ അമ്മ സമാധാനിപ്പിച്ചു. ടിക്കറ്റിൻ്റെ കാശ് ഞാൻ തരാം, നീ പോ എന്ന് പറഞ്ഞു. മോഹൻലാലും സുരേഷും കൂടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഓപ്പൺ ടിക്കറ്റ് എടുത്താണ് മദ്രാസിലേക്ക് ആ സിനിമ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. മദ്രാസിൽ വെച്ച് മോഹൻലാലിന് ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ കാല് പ്രശ്നമായി. മോഹൻലാൽ ആശുപത്രി കിടക്കയിലായി. ഒരു ഓണക്കാലമാണ്. പ്രിയൻ്റെ ഒരു ബന്ധു മോഹൻകുമാർ മദ്രാസിൽ താമസമുണ്ട്. പ്രിയൻ്റെ മദ്രാസിലെ തുടക്കകാലത്ത് മോഹൻകുമാറിനോടൊപ്പമായിരുന്നു പ്രിയൻ്റെ താമസം. ബസ് കൂലി പോലും ഈ മോഹൻകുമാറാണ് അക്കാലത്ത് നൽകിയിരുന്നത്. ഓണമല്ലേ, ഞാനും കൃഷ്ണകുമാറും കൂടി, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കിരീട ഉണ്ണി, ഞാനും ഉണ്ണിയും കൂടി മോഹൻകുമാറിൻ്റെ വീട്ടിൽ പോയി സദ്യയൊക്കെ ഉണ്ട്, നിങ്ങൾക്കുള്ള പായസവും ഊണും ഒക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും എണീറ്റ് രാവിലെ അങ്ങ് പോയി. മോഹൻലാലിന് സുരേഷ് കുമാർ കൂട്ടിരുന്നു. പ്രിയനും ഉണ്ണിയും മോഹൻകുമാറിൻ്റെ വീട്ടിൽ പോയി വേഷം ഉണ്ടു, സദ്യ, പായസം കുടിച്ചു. വയറ് നിറച്ചപ്പോൾ ഉറക്കം വന്നു. അവിടെ കിടന്ന് ഉറങ്ങി. നന്നായിട്ട് ഉറങ്ങി എണീറ്റ് വൈകുന്നേരം ആയപ്പോൾ ഇനി പോവാ എന്ന് പറഞ്ഞ് എണീറ്റ് രണ്ടുപേരും തിരിച്ച് ആശുപത്രി വന്നപ്പോൾ ഉച്ചയ്ക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഒരു നുള്ളു ഭക്ഷണം കഴിക്കാതെ പട്ടിണി ഇരിക്കുന്ന കാലൊടിഞ്ഞ് കിടക്കുന്ന മോഹൻലാലിനെയും കൂട്ടിരിക്കുന്ന സുരേഷ് കുമാറിനെയുമാണ് കാണുന്നത്. മറന്നുപോയി. ഇവർ കാര്യം കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാറിൻ്റെയും മോഹൻലാലിൻ്റെയും കാത്തിരിപ്പ് മറന്നുപോയി പ്രിയൻ. ഇങ്ങനത്തെ ഇന്നലെകൾ നമ്മൾ കേട്ടു തുടങ്ങിയാൽ പ്രശസ്തരായി മാറിയ വമ്പന്മാരായി മാറിയ വലിയവരുടെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള നോവിക്കുന്ന ചിരിപ്പിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. പ്രിയൻ അതൊക്കെ ഒരു ഹ്യൂമറിലാണ് സംസാരിക്കുന്നത്. എന്തായാലും 100ാമത്തെ സിനിമ, 100 സിനിമ എടുക്കുന്നതുവരെയും മോഹൻലാലുമായിട്ട് ആ സൗഹൃദം, പഴയകാല സൗഹൃദം നിലനിർത്തിയിരുന്നു എന്ന് പറയുമ്പം സുരേഷ് കുമാർ പോലും ഇടയ്ക്ക് പൊട്ടിത്തെറിച്ച് മോഹൻലാലുമായിട്ടൊക്കെ സംസാരിച്ച് പിണങ്ങിയിട്ടൊക്കെ ഉണ്ട്. അതിന് മോഹൻലാൽ മറുപടി പറയാതെ ആൻ്റണി പെരുമാവൂരിനെ കൊണ്ട് തെറി വിളിപ്പിച്ചല്ല. അതിന് കല്ലുവാരി ഇട്ട് കൊടുക്കാൻ പൃഥ്വിരാജിനെ പോലുള്ളവരും ഉണ്ടായിരുന്നല്ലോ. അണാ എന്തൊരു ഒരു മെസ്സേജൊക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സുരേഷ് പോലും അകന്നു പോയിട്ടു മോഹൻലാലിനോടൊപ്പം ഒരേ മനസ്സുപോലെ, ഇവിടെ പറയാമോ എന്ന് പോലും എനിക്കറിയില്ല, മാക്ടിൽ അംഗത്വം എടുക്കാനായിട്ട് അന്നത്തെ ഭരണസമിതിയിൽ ആരൊക്കെയോ ചേർന്ന് പ്രിയദർശനെ കണ്ടു. പ്രിയം പറഞ്ഞു, ഞാൻ അംഗത്വം എടുക്കാം, മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാരുടെ സംഘടനയായ മാക്ടിൽ അംഗത്വം എടുക്കാം, പക്ഷേ മോഹൻലാലിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വരികയാണെങ്കിൽ ഞാൻ ആ അംഗത്വം അന്ന് രാജിവെക്കും. അങ്ങനെ മോഹൻലാലിനെതിരെ നടപടി എടുക്കില്ല എന്ന് ഉറപ്പ് വന്നാൽ അംഗത്വം എടുക്കാമെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്താണ് പ്രിയൻ അംഗത്വം എടുത്തത്. അത്രയും പ്രിയനും മോഹൻലാലുമായിട്ടുള്ള ഒരു ഇഴചേർന്ന ഒരു ബന്ധമുണ്ട്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് 100ാമത്തെ സിനിമ കഴിഞ്ഞൊന്നും പ്രിയദർശൻ സംവിധാനമൊന്നും നിർത്താറായിട്ടില്ല. ഇപ്പോഴും മനസ്സ് നല്ല ചെറുപ്പമാണെന്നേ. അദ്ദേഹം ഇനിയും ഒരു 10-50 സിനിമ കൂടി ചെയ്യട്ടെന്നേ മലയാളത്തിൽ. നമുക്ക് ഒന്നുമില്ലെങ്കിൽ ചിരിപ്പിക്കാൻ പറ്റുന്ന
അദ്ദേഹം അല്ലാതെ സീരിയസ് ആയ സിനിമയ്ക്കൊന്നും പോകരുത്. കാലാപ്പനി പോലെ മറ്റേ അറബിക്കടലിൻ്റെ തേങ്ങയൊന്നും എടുക്കാൻ പോകരുത്. അദ്ദേഹം ചിരിപ്പിക്കുന്ന നല്ല, അദ്ദേഹം തന്നെ തുറന്ന് പറയാറുണ്ട്, ഞാൻ ഇന്ന പടത്തിൽ നിന്ന് ചുരണ്ടിയതാണ്, അല്ലെങ്കിൽ ഇന്ന കാസറ്റ് കണ്ട് ചെയ്തതാണ്. ബോയിങ്ങൊക്കെ അദ്ദേഹം പരസ്യമായി പറയുമായിരുന്നല്ലോ, ഇത് ഇന്ന കാസറ്റിൽ നിന്ന് ഞാൻ എടുത്താണ്. എന്നാലും മലയാളി അദ്ദേഹത്തിന് കൺസെഷൻ കൊടുക്കും. കാരണം നമ്മളെ ചിരിപ്പിച്ചാൽ മതിയെന്നേ. നിങ്ങൾ മോഹൻലാലിനെയും വെച്ച് കുറേ സിനിമകൾ ഇനിയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ കല്യാണി വലിയ സൂപ്പർ സ്റ്റാർ. അച്ഛൻ എന്തൊരു സന്തോഷമായിരിക്കും ആലോചിച്ച് നോക്കി. എന്തായാലും ഈ പ്രിയദർശനെക്കുറിച്ച് പറഞ്ഞ കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.